നാല് വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുകയാ. അത് അർശിന്റെ മുകളിൽ വെച്ച് ശപിക്കപ്പെട്ടവരാ. ആ വിഭാഗത്തെ കാണുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകണേ, ഓടിപ്പോകണേ. ഒരു പക്ഷേ ആ വിഭാഗത്തെ കണ്ടാൽ അള്ളാന്റെ കോപം അവിടെ ഇറങ്ങിയേക്കാം. ആരാണവർ? അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ. സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണവർ. എന്താണ് സ്ത്രീകളുടെ വേഷം? പുരുഷന്മാര് ധരിക്കുന്നത് സ്ത്രീകളുടെ ബ്ലൗസ് ധരിക്കാറില്ല, സ്ത്രീകളുടെ പാവാട ഉടുക്കാറില്ല, സ്ത്രീകളുടെ ചുരിദാർ വാങ്ങി ധരിക്കാറില്ല. വേണ്ട, സ്ത്രീകൾ ധരിക്കുന്ന മാല പുരുഷന്മാരെ നിങ്ങൾ ധരിക്കാറില്ലേ? സ്ത്രീകളെ ധരിക്കുന്ന വള നിങ്ങൾ ധരിക്കാറില്ലേ? സ്ത്രീകളെ കാതിലിടുന്ന കമ്മല് ഇന്നത്തെ ഏതോ ഫ്രീക്കന്മാരുടെ ഒരു പ്രത്യേകമായ ഒരു രസമാണ്. അവരുടെ കാതുകൾ പരിശോധിച്ചാൽ കമ്മൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചെറുപ്പക്കാരുടെ കൈകളൊന്ന് പിടിച്ചു നോക്കിയാൽ സ്റ്റീലിന്റെ ചങ്ങലകളും ചെയിനും വളയും നമുക്ക് കാണാൻ കഴിയും. പുരുഷന്മാർക്കത് നിഷിദ്ധമാണ്, പുരുഷന്മാർക്കത് ഹറാമാ. പക്ഷെ മുസ്ലിം യുവാക്കൾ അത് ധരിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് വരിക. ശപിക്കപ്പെട്ടവരാ, ശാപം പേറിയവരാണ്. കേവലം ഒരു വെള്ളിയുടെ മോതിരമല്ലാത്തതെന്തോ പുരുഷന്മാരെ നിങ്ങൾ ധരിക്കരുതേ. ലോകത്തിന്റെ നേതാവിന്റെ പ്രഖ്യാപനമാ. ഈ അബൂബക്കറല്ല നിങ്ങളോട് പറഞ്ഞത്. ചെറുപ്പക്കാരുടെ കൈയൊക്കെ പരിശോധിച്ചു. നൂല്, ഒരു നൂല് കെട്ടൊക്കെ ഹിന്ദുക്കളുടെ ആചാരമാണ്. പൂനൂല് ഹിന്ദുക്കൾ രക്ഷാബന്ധൻ. നമ്മുടെ മുസ്ലിം പെൺകുട്ടികള് സ്കൂളിൽ പോകുമ്പോ കെട്ടിക്കൊടുക്കുമ്പോ അവള് പോയി നിന്ന് കൊടുക്കുക, എന്നാ കെട്ടിക്കോ. കഴുത്ത് കാണിക്കാൻ ഞാൻ നല്ലത്, എന്നെ കൂടെ കെട്ടിക്കോ എന്ന് പറയാന്നത് നല്ലത്. അത് തന്നെ ഏറ്റവും നല്ലത്. കൈ കാണിച്ചു കൊടുക്കണം, അതിൽ കെട്ടിക്കൊടുക്കുക. രക്ഷാബന്ധം നമ്മളത് ഹിന്ദുക്കളുടെ ആചാരം, അത് അവര് ചെയ്തോട്ടെ. മുസ്ലിങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ല. മുസ്ലിങ്ങൾ എന്തിനാ ചെയ്യാൻ പോകുന്നത്? മുസ്ലിങ്ങൾ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പം മുസ്ലിം സഹോദരന്മാർ അവരുടെ കയ്യിൽ വള, ചെയിൻ ഒക്കെ കാണാം, സ്റ്റീലിന്റെ. അതൊക്കെ ഇട്ട് പള്ളിയിൽ വരെ നിസ്കരിക്കാൻ ഉസ്താദന്മാർക്ക് പറയാൻ പറ്റുമോ? മുയിലേറെ ജോലി പോകൂലേ? മുസ്ലിം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പള്ളിയിൽ നിന്ന് പോകാട്. പിന്നെ വാതിന് വരുന്ന മൊയ്ലിയാക്കന്മാർക്ക് റാഹത്തായിട്ട് പറയാം. അടുത്ത പ്രാവശ്യം വാതിന് വിളിക്കൂല. നല്ല കാര്യം, അൽഹംദുലില്ലാ. പറയേണ്ടത് റാഹത്തായിട്ട് പറഞ്ഞിട്ട് പോകാം. ഇപ്പൊ എന്റെ വാക്കൊന്നും അല്ലല്ലോ ഞാൻ ഈ പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്ന ഖുർആനും ഹദീസും ഓതിയിട്ടാ പറയുന്നത്. എന്റെ വാക്കൊന്നുമില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുന്നത്. അല്ല ഇവിടെ ഗാനമേള നടത്താനൊന്നുമല്ലോ എന്നെ വിളിപ്പിച്ചിട്ട് വന്നത്. ഖുർആനും ഹദീസും പറയാനാണ്. അപ്പൊ ഖുർആനും ഹദീസും പറയുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്, വേണമെങ്കിൽ കേട്ടോ. അതാണ് എന്റെ അർത്ഥം. ആ പെണ്ണിന്റെ വേഷം ആണ് കെട്ടിയാൽ അവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാണ്. അതുകൊണ്ട് കയ്യിൽ ഉണ്ടോ ചെയിൻ പൊട്ടിച്ചു കളഞ്ഞാൽ പെണ്ണുങ്ങൾക്കോട്. അതേപോലെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് പൊന്നുമോളെ നീ ഒന്ന് കേൾക്കണേ. അൽ മുതശബ്ബിഹാതു മിനർ റിജാലി ബിന്നിസാ, അൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ. ആണിന്റെ കോലം കെട്ടി നടക്കുന്ന പെണ്ണെ, നീ ശപിക്കപ്പെട്ടവളാണ് മോളെ. പാന്റും ടീഷർട്ടും ഇട്ട് നട റോഡിലൂടെ ജനങ്ങളെ പുളകം കൊള്ളിച്ചുകൊണ്ട് നീ നടന്നു പോകുമ്പോ കേവലം നിന്റെ തലയിൽ വെറുതെ ഒരു മക്കന ഇട്ടത് കൊണ്ട് അള്ളാഹ്ക്ക് പൊരുത്തമുണ്ടാകില്ല മോളെ. ആണ് ധരിക്കേണ്ട വേഷം പെണ്ണ് ധരിച്ചുകൊണ്ടാണ് നടു റോഡിലൂടെ നടക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിന്നെ കാണുന്നവർക്ക് പ്രശ്നമില്ല. അർശിന്റെ മുകളിൽ നിന്ന് മാലാഖമാര് നിന്റെ നെറുകൻ തലയിലേക്ക് ശാപത്തിന്റെ വാർത്ത ഇറക്കുകയാണ്. അല്ലാഹുമ്മ അൽഇൻഹാ, അല്ലാഹുമ്മ അൽഇൻഹാ, അല്ലാഹുമ്മ അൽഇൻഹാ. അല്ലാഹുവേ ഇവളെ നീ ശപിക്കണേ റബ്ബേ, ഇവളെ നീ ശപിക്കണേ റബ്ബേ. ആണിന്റെ വേഷം അവൾ അഴിച്ചു വെക്കുന്നത് വരെ അർശിന്റെ മുകളിൽ നിന്ന് മാലാഖമാരുടെ ആ ശാപ പ്രാർത്ഥനയ്ക്ക് എന്റെ പൊന്നുമോളെ നീ വിധേയയാകേണ്ടി വരും എന്ന ദുഃഖവാർത്ത നിന്നോട് അറിയിക്കുകയാ. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആണുങ്ങളുടെ വേഷവിധാനങ്ങൾ ഒഴിവാക്കണമേ. നമുക്ക് വേണ്ട. പെണ്ണിന് അല്ലാഹു തആല നല്ല വേഷം കൊടുത്തിട്ടുണ്ട്, ആ വേഷം അനുസരിച്ച്. അപ്പൊ ചില സ്കൂളുകളിൽ അത് പറ്റൂലല്ലോ. ആ സ്കൂൾ ഇവിടെ ഉണ്ട്, ഞങ്ങളൊന്നും മക്കളെ പഠിപ്പിക്കുന്നില്ലേ?
നമ്മുടെ മോളും +1 പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗിനും പഠിക്കുന്നുണ്ട്, ഡോക്ടറിനും പഠിക്കുന്നുണ്ട്. അവിടെ കോണാൻ എടുത്തോണ്ടൊന്നും പോകാനൊന്നും അവർ പറയുന്നില്ലല്ലോ. നമ്മൾ മാത്രം ഈ കോണാൻ എടുത്തോണ്ട് വന്ന് ഈ പെണ്ണുങ്ങളുടെ ഈ സാധനങ്ങൾ മുഴുവനും കാണിച്ചിട്ട് ഇങ്ങനെ ഈ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ഈ സ്കൂളിലും ഈ കോളേജിലും ഈ ബസ്സിലൊക്കെ ഇങ്ങനെ പോകേണ്ട ആവശ്യം എന്തേ? അതിന്റെ ആവശ്യം എന്താ? മുസ്ലിം ഉമ്മത്തിനൊരു സംസ്കാരമുണ്ട്. അത് അല്ലാഹു റസൂലും പഠിപ്പിച്ച ദീനാണ്. അത് മഹല്ലുകാരെ പഠിപ്പിക്കുന്ന ദീനുമല്ല, ജമിയത്തുൽ ഉലമ പഠിപ്പിക്കുന്ന ദീനല്ല, ദക്ഷിണ കേരള ഉലമ പഠിപ്പിക്കുന്ന ദീനല്ല. ഇവരൊക്കെ പഠിപ്പിക്കുന്ന ദീൻ അല്ലാഹ് പറഞ്ഞ ദീനാ അവർ പഠിപ്പിക്കുന്നത്. അല്ല നമുക്കിവിടെ പ്രത്യേക ഒരു ദീനൊന്നുമില്ല. ചേലക്കള ഉസ്താദ് ഒരു പുതിയ ദീനൊന്നും ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നില്ല. ലത്തീഫ് സഅദി പുതിയൊരു ദീൻ ഇവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ടോ? എല്ലാം അല്ലാഹു റസൂൽ പഠിപ്പിച്ച ദീനല്ലേ? ആ ദീനിൽ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതല്ലാത്ത കണ്ട് നമ്മളായിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ദീനൊന്നുമില്ല. അല്ലാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചെന്ന ദീൻ, ആ ദീനിനെ മറികടന്നുകൊണ്ട് മറ്റ് സ്വന്തം ആവശ്യമനുസരിച്ച് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ ആരാണ്? സൂറത്തുൽ അഹ്സാബ് പറയുന്നത് കേട്ടോ. بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. സൂറത്തുൽ അഹ്സാബ് പരിശുദ്ധ ഖുർആൻ കേൾക്കണേ, പഠിക്കണേ, മറക്കരുതേ. ആലമുൽ ബർസഖിൽ കിടക്കേണ്ടവരാണ്, ആലമുൽ മഹ്ശറിൽ പോകേണ്ടവരാ. പരിശുദ്ധ ഖുർആൻ പുറംകാല് കൊണ്ട് തള്ളിക്കളയരുതേ. കേവലം നമസ്കാരം കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല മക്കളെ. കേവലം തലമറച്ചത് കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതിന് വിപരീതമായിട്ടാണ് എന്റെയും നിന്റെയും പ്രവൃത്തിയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണേ. പശ്ചാത്തപിക്കാൻ ഒരു അവസരം ലഭിക്കാതെ മരണപ്പെട്ടു പോയാൽ നഊദുബില്ലാഹ് നമ്മൾ പിഴച്ചു പോകുമത്രേ. അതാണ് ഖുർആൻ പറയുന്നത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും റസൂലും അവർക്കൊരു വിധി നിർണയം നടത്തിയാൽ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരെക്കാൾ സ്വന്തം ഇഷ്ടത്തിന് ഒരു തീരുമാനമെടുക്കാൻ അനുവാദമില്ല. അല്ലാഹു റസൂലും പറഞ്ഞതിന് എതിരായിട്ട് എന്റെ ഇഷ്ടപ്രകാരം ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ നിന്നാൽ അവരെന്തായി തീരും? വമൻ യഅസില്ലാഹ വറസൂലാ ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ആരെങ്കിലും അങ്ങനെ അതിക്രമം പ്രവർത്തിക്കുന്ന പക്ഷം അവൻ പിഴച്ചവൻ തന്നെ. വെറുതെ ഒരു പിഴവല്ല, വ്യക്തമായി പിഴച്ചവൻ തന്നെ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചവനാണ് അവൻ. നാളെ നരകത്തിലാണ്. നഊദുബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് എന്റെ നിങ്ങളുടെ ഇഷ്ടമല്ല, ശരിയല്ലേ? അർത്ഥമല്ല തെറ്റിച്ച് പറഞ്ഞ അപ്പോഴേ എന്റെ കൽബിന് പിടിച്ചോണം. അല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്ന പരിപാടിയൊന്നും നമുക്കില്ല. ഖുർആൻ ഓതിട്ട് പറയാണ്, ഹദീസ് ഓതിട്ട് പറയാണ്. അലിമുകളുണ്ടല്ലോ. സൂറത്തുൽ അഹ്സാബ് ഓർത്തണം സുഹൃത്തുക്കളെ. അല്ലാഹു റസൂലും പറയുന്ന ദീൻ അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അല്ലാഹു ശിക്ഷ ഇറക്കുമ്പോൾ പിന്നെ പോരുന്നു ദ്വാരക്ക അല്ലാഹ് പ്ലീസ് പ്ലീസ് അല്ലാഹ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്ത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു തർത്തീബുണ്ട്. ആ തർത്തീബ് അനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അതുകൊണ്ടാണ് നബിയുനാ ശഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കിതെല്ലാം പഠിപ്പിച്ച് വരച്ച് മനസ്സിലാക്കി നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്തോ, ഇതെങ്ങനെ ചെയ്തോ, ഇത് എതിരായിട്ട് ചെയ്തു പോയാൽ ഇന്ന ശിക്ഷകളൊക്കെ ഉണ്ടാകാൻ അതൊരു കാരണമാകും, അതൊരു സാധ്യമാകും. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. റെഡ് അലർട്ട്, എൻ്റെ പേരാണ് ഈ റെഡ് അലർട്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പൊ നമുക്കത് മനസ്സിലാവുള്ളൂ. നമുക്കങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. നമുക്കത് മനസ്സിലാവില്ല. കാരണം ഇപ്പൊ ഗവൺമെന്റ് നമ്മളത് പഠിപ്പിച്ചിരിക്കുകയാണ്. റെഡ് അലർട്ട് ഇപ്പോഴും മഴ പെയ്തപ്പോൾ സൂക്ഷിച്ചോ. റെഡ് അലർട്ട് എവിടെയൊക്കെയോ പ്രഖ്യാപിച്ചു. റെഡ് അലർട്ട് എവിടെയൊക്കെയോ പ്രഖ്യാപിച്ചില്ലേ?
അപ്പൊ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണ്. 2. 3 വല്ലദീ യഅതി അൽ ബഹീമ, മൃഗങ്ങളോട് വീഴ്ച ചെയ്യുന്നവൻ. ചിലപ്പോ കാണും, ചിലപ്പോ കാണൂല. അല്ലാഹു അലം. മൃഗങ്ങളായിട്ട് വീഴ്ച ചെയ്യുന്ന മനുഷ്യൻ ഉണ്ടാവും, ഇല്ലാന്നൊന്നും അല്ലെങ്കിൽ ഹദീസ് വരൂലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാകും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നമ്മുടെ വിഷയം എന്താ? സുപ്രീം കോടതിയുടെ വിധി. നമ്മുടെ വിഷയം എന്താ? വല്ലദീ യഅതി അൽകറ, പുരുഷനുമായുള്ള ബന്ധം, പെണ്ണുമായുള്ള ബന്ധം. അതാണല്ലോ അല്ലേ? അതല്ലേ പ്രകൃതി വിരുദ്ധ ലൈംഗിക അല്ലേ? അതിന് അനുവാദം കിട്ടിയല്ലോ സുപ്രീം കോടതി, ഇല്ലേ? ശരിയല്ലേ? എന്താ ബീബിങ്ങളെ മിണ്ടാതിരിക്കുന്നത്? ശരിയല്ലേ? പിന്നെ തലയൊന്നാട്ട്. ഞാൻ മയ്യത്തിനോടൊന്നോ പ്രസംഗിക്കുന്നത്? നിങ്ങൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്ന് അറിയണ്ടേ? തലയോട്ട് അതേന്ന് പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറയണോ? അതിനല്ലേ ഞാൻ എന്തെങ്കിലും വന്ന് വായിക്ക് വരുന്ന വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതാണ് വേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വല്ലദീ യഅതി അൽദക്കർ, ആണ്. ഒരു ഹദീസ്, മറ്റൊരു ഹദീസ് കേട്ടോളി. ഖിയാമത്ത് നാളിന്റെ അടയാളം ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ. കാറ്റടിച്ചോണ്ടിരിക്കല്ലേ ഇപ്പൊ? തെത്ലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ലുബാനക്കാറ്റ്, വേറെ ഏതൊക്കെ പുതിയൊരു സൈസ് കാറ്റ് വരുന്നുണ്ട്? കത്രീന. പല സൈസിലെ കാറ്റുകൾ. തക്കാളിക്കാറ്റ്, വെണ്ടയ്ക്കാറ്റ്, വഴുതനങ്ങാക്കാറ്റ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പനികളും ഇപ്പൊ അങ്ങനെയാണല്ലോ. പനിക്കും അങ്ങനെയാണ്. അതും അതീതിലുള്ളതാണ്. പലതരത്തിലെ പനി. പോട്ടെ, അതൊക്കെ ഇരിക്കട്ടെ. ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കാറുണ്ട്. നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. ഇനിയെങ്കിലും മനസ്സിലാക്കി പഠിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ അടുത്ത ഇടി വരും, ഉറപ്പാണ്. ഹദീസ് കേട്ടോ. എന്തുകൊണ്ടാ കാറ്റടിക്കുന്നത്? അതാണ് കേട്ടോ ഹദീസ്. ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ. സ്ത്രീകൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളെ ബീഡി വലിക്കുന്നു, കഞ്ചാവ് കഴിക്കുന്നു, വെള്ളമടിക്കുന്നു. അവരെ ലൈംഗിക ആഭാസവും ലൈംഗിക അരാജകത്വവും അവരെ തന്നെ തമ്മിൽ ചെയ്യുകയാണ്. വാട്സപ്പിൽ വീഡിയോ ഒക്കെ വലിച്ചങ്ങോട്ട് വിടുക. +1 +2 കാട്ടിൽ പോയി നിന്നിട്ട് റബ്ബർ തോട്ടത്തിൽ ഇടയ്ക്കുന്നത് അതൊക്കെ അങ്ങോട്ട് വാട്സപ്പിൽ ഒരാളെ വീഡിയോ അടിച്ചു വിടുക. യൂണിഫോമിൽ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എന്തൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ട് വെള്ളം അടിക്കാണ്. അടച്ച റബ്ബ്, എത്ര ധൈര്യം പെണ്ണുങ്ങൾക്ക്. എന്നിട്ട് പണ്ടാരടങ്ങാൻ നീ ഫോട്ടോ എടുത്തിടാതെ അതും അതിൻ്റെ ഇടയ്ക്ക് പോയി ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം വെച്ച് അടിക്കുന്ന അടി എന്താ റമ്മ കുത്തുന്ന കുത്ത്. എന്നിട്ട് അവരുടെ ലൈംഗിക ആഭാസം പെണ്ണുമായിട്ട് നിബിധങ്ങൾ പറഞ്ഞ വാക്കല്ലേ ഇത്? ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ. പുരുഷനുമായി, സ്ത്രീയുമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ആഭാസത്തിന് തയ്യാറായാൽ ഫബശ്ശിറുഹും, അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. ബിരീഹിൻ ഹംറ, ചുവന്ന കാറ്റ്, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, കത്രീന കാറ്റ്, തെത്ലി കാറ്റ്, ലുബാൻ കാറ്റ്. അതൊക്കെയാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. തഖ്റുജു മിൻ ഖിബലിൽ മശ്രിഖ്, അത് കിഴക്കിൽ നിന്നാണ് കടന്നു വരുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ നിരീക്ഷണം നോക്കിട്ട് പറഞ്ഞു, ഒഡീഷയിൽ അടിക്കുന്നു കാറ്റ്, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒമാനിൽ അടിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൽക്കട്ടയിലെത്തും. ആ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലോട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയും അവിടെ അടിക്കുന്നു, ഇങ്ങനെയല്ലേ പറയാ. അതാ നബിതങ്ങൾ പറഞ്ഞ വാക്ക്, കിഴക്കുന്ന് വരുന്ന കാറ്റാണെന്ന്. ഭയങ്കരമായ കാറ്റടിച്ച് മുഴുവൻ പേരെ നശിപ്പിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ചെളിയില്, കുണ്ടില്, കുഴിയില് നമ്മൾ വീട് പോകും, അതിന്റെ ഉള്ളിൽ പുതഞ്ഞു പോകും. പിന്നെ 3, 4, 5, 10 ദിവസം കഴിഞ്ഞെടുക്കുക. അപ്പം വികൃതമായ കോലം അല്ലേ? ആളെ തിരിച്ചറിയാൻ പറ്റുമോ? അതാണ് നബി തങ്ങൾ പറഞ്ഞ അടുത്ത ഹദീസ് കേട്ടോ. ഹദീസിന്റെ ബാക്കി ഭാഗം. തഖ്റുജു മിൻ ഖിബലിൽ മശ്രിഖി ഫയുംസഖു ബഅ്ദുഹും ഫയുഖ്സഫു ബിബഅ്ദിൻ ദാലിക ബിമാ
അസൗ വകാനൂ യഅ്തദൂൻ. ആ കൊടുങ്കാറ്റടിക്കുന്നതോടെ, ആ കാറ്റടിക്കുന്നതോടെ ഇവരുടെ കോലം അല്ലാഹു മറിച്ചു കളയുകയും ഇവളെ ചെളിക്കുണ്ടിലേക്ക്, ഭൂമിക്കുള്ളിലേക്ക് അല്ലാഹു നശിപ്പിച്ചു കളയുകയും അതിന്റെ ഉള്ളിലേക്ക് അവരെ പുതഞ്ഞു പോവുകയും അവസാനം അവരെ അതിൽ നിന്ന് ദ്രുതകർമ്മസേന, രക്ഷാദൗത്യസേന വന്നവരെ എടുക്കുമ്പോ അവരുടെ കോലം തന്നെ മാറ്റി മറിക്കപ്പെട്ടിരിക്കുമത്രേ. അറിയാൻ പറ്റൂല, പിന്നെ അറിയാൻ പറ്റുമോ? ചെളിയൊക്കെ പിടിച്ച് അടർന്നു പോയി, മുഖത്തിന്റെ തൊലി പോയി, ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ പോയി. ഇപ്പൊ അടിമാലിയിൽ ഒരു കാല് മാത്രം കിട്ടി. അത് DNA ടെസ്റ്റ് നടത്തിയിട്ടാണ് കൊണ്ടുപോയി അടക്കിയത്. ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോ? കോലം മറിഞ്ഞു പോയി, അതാണ് അതിന്റെ അർത്ഥം. കോലം മറിഞ്ഞു, വികൃത രൂപമായി. ഇപ്പൊ നോക്കുന്ന വന്ന വാട്സപ്പില് പിന്നെ സുനാമി അടിച്ചതിന് ശേഷം, ഇന്തോനേഷ്യ സുനാമി അടിച്ചതിന് ശേഷം വീർത്ത് ജീർണിച്ച് വികൃതമായി ചെറുപ്പക്കാരിങ്ങനെ കിടക്കുന്നു. അറിയില്ല ആരാണ്. മയ്യത്ത് നിസ്കരിക്കാൻ കഴിയുമോ? ആരുടെയാണ്, എങ്ങനെയാണ് അറിയില്ല. നഊദുബില്ലാ, അല്ലാഹ് നമ്മളൊക്കെ കാക്കട്ടെ. ഇതൊക്കെ ഒന്ന് പഠിച്ചോ കേട്ടോ. അഹങ്കാരം കുറയ്ക്കുക. അല്ലാഹ് നമ്മളെ കാക്കട്ടെ റഹ്മാനെ. നബി തങ്ങൾ പറഞ്ഞ വാക്കല്ലേ. എന്താ കാരണം? ആണ് പെണ്ണ്. ഇന്തോനേഷ്യയിലൊക്കെ ലോകത്തെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റ് വിചാര കേന്ദ്രം ഇന്തോനേഷ്യ. നഊദുബില്ലാ, അല്ലാഹ് നമ്മളെ കാത്തിട്ട്. മൂന്നാർ മുതൽ ആനച്ചാല് വരെ, അടിമാലി ഇപ്പൊ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലം ഞങ്ങൾ പോയിരുന്നു. 500 വ്യഭിചാര കേന്ദ്രമുണ്ട്. 500. കിളവനൊന്നും അല്ല. ഇവിടെ നമ്മൾ പഠിപ്പിക്കാൻ പറ്റുന്ന കോളേജ് കുമാരികള്, അതവിടെ പരിപാടി. കോളേജ് കുമാരികൾ പഠിക്കാൻ പോകുന്നത് ഇതിനാണ്. മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾ സംസാരിച്ചത് അവർ പറഞ്ഞ വാക്കാണ്. 500ഓളം വ്യഭിചാര കേന്ദ്രങ്ങൾ. വെറുതെ ഒന്നുമല്ല. ബഹുമാനമുള്ള സഹോദരൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യാഥാർത്ഥ്യമായില്ലേ? ആണുമായുള്ള ബന്ധം, പെണ്ണുമായുള്ള ബന്ധം യാഥാർത്ഥ്യമാകുമ്പോൾ അള്ളാഹു കൊടുങ്കാറ്റടിക്കും, കൊടുങ്കാറ്റുകൊണ്ട് പരീക്ഷിക്കും. പിന്നെ വേറെ ഒരു സുപ്രധാനമായ വിധി വന്നല്ലോ. വിവാഹേതര ബന്ധം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ട്, ഇല്ലയോ? ഇനി ഇപ്പുറത്തെ വീട്ടിലെ കാക്കയുടെ പെണ്ണുമ്പിള്ളി അപ്പുറത്തെ വീട്ടിലെ കാക്ക കയറി ഒന്നേലും ചെയ്താൽ ഒന്നും പറയാൻ പറ്റൂല. പള്ളിയിലും പരാതിയില്ല, ഉസ്താദിനും പരാതിയില്ല, ജഡ്ജിക്കും ഇല്ല, കോടതിക്കും ഇല്ല, ഒന്നുമില്ല. വേണമെങ്കിൽ നമ്മൾ പൂട്ടിട്ട് സൂക്ഷിച്ചു വെച്ചോ. ഇത്രയേ ഉള്ളൂ. വേറെ വഴിയൊന്നുമില്ല. ഇനി ഒന്നും കുറ്റം പറയാനൊന്നും പറ്റില്ല. പോലീസ് കേസ് എടുക്കുന്നില്ല. പോയി 2-3 കേസ് വന്ന് പോയി. എന്ത് ഞങ്ങൾ എങ്ങനെ കേസെടുക്കാൻ? ഇത് കേസല്ലല്ലോ. അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരമല്ല, എന്നെ ബലാത്സംഗം ചെയ്താണെന്ന് പറയണം. അങ്ങനെ പറയുമോ? താത്തായുമായിട്ട് എത്ര നാൾ കൊണ്ടുള്ള ബന്ധത്തിന്റെ പേരില്ല ഒരു സമയം കിട്ടിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഇത്ര ഇജാസത്ത് കിട്ടി പോയത്. അപ്പൊ ഈ ഇജാസത്ത് കിട്ടിയ സമയത്ത് എന്നെ ബലാത്സംഗം ചെയ്തത് ആരെങ്കിലും പറയോ? ഇല്ല. അനുവാദത്തോടു കൂടി തന്നെയാണ്. അങ്ങനെയാണല്ലോ ഇന്ന് കോളേജിലൊക്കെ ലിവിംഗ് ടുഗദർ. ബാംഗ്ലൂരിലും ചെന്നൈയിലും മൈസൂറിലും ഒക്കെ കോളേജ് കുമാരികളും കുമാരന്മാരൊക്കെ താമസിക്കുന്ന ലിവിംഗ് ടുഗദർ. നമ്മുടെ ഇഷ്ടപ്രകാരമാണ് താമസിക്കുന്നത്. അതുകൊണ്ട് പോലീസ് റെയ്ഡ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ ഇഷ്ടപ്രകാരം പോലീസ് വന്നാൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ തീർന്ന സംഭവം. അപ്പൊ വിവാഹേതര ബന്ധം, വിവാഹേതര ലൈംഗിക ബന്ധം ഇപ്പൊ അനുവദിച്ചു. അപ്പൊ അതിന്റെ വിഷയത്തിൽ ഖുർആൻ എന്താ പറയുന്നത്? ഹദീസ് എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടോ ഇതൊക്കെ സംഭവിക്കണമല്ലോ ഹബീബേ. ഇതൊക്കെ സംഭവിക്കാതെ പിന്നെ എങ്ങനെ ലോകം അസ്തമിക്കല്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞത് സംഭവിക്കണ്ടേ? അതാ മിണ്ടാത്ത എന്താ നിങ്ങള്? ഞാൻ പ്രസംഗം ഇപ്പൊ നിർത്തിക്കളയും കേട്ടോ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ എല്ലാവരും ഉറങ്ങുവാണെന്ന് കരുതിയിട്ട് ഞാൻ പ്രസംഗം നിർത്തും. കേട്ടോ ഹദീസ് കേട്ടോ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കുകയാണ്. ഫഖാല ലഹാ യാ ഉമ്മൽ മുഅ്മിനീൻ ഹദിസ്നി അനിസ്സൽസല. നമ്മുടെ നാട്ടിൽ ഭൂമി കുലുക്കവും ഭൂകമ്പവും ഉണ്ടാകുന്നതിന്റെ കാരണമെന്തേ? അതൊന്ന് വിവരിച്ചു തരുമോ? അതൊന്ന് വിശദീകരിച്ചു തരുമോ മഹദി അവരുകളെ? ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവും 2 സ്വഹാബാക്കളും ചേർന്ന് മഹദിയായ ആയിഷ ബീവിയോട് പോയി ചോദിക്കുകയാണ്. ഹദിസ്നി അനിസ്സൽസല. ഭൂകമ്പത്തെ കുറിച്ചൊന്ന് പറഞ്ഞതാ, ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞതാ, വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറഞ്ഞതാ, ഭൂമി കുലുക്കത്തെ കുറിച്ച് പറഞ്ഞതാ, ഭൂമിയിൽ ഗർത്തമുണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞു തരണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്ക് ഇദസ്തബാഹു അസ്സിനാ വശുരിബത്തിൽ ഖുമൂർ വളുരിബു ബിൽ മആസിഫി ഗാറല്ലാഹു
സമാഇഹി ഫഖാല അല്ലാഹു ലിൽ അർളി തസൽസലി ബിഹിം ഫഇൻ താബൂ വനസഊ വഇല്ലാ ഫഅഹ്ദിമഹാ അലൈഹിം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹദീസ് കേട്ടോ, നല്ലതുപോലെ കേട്ടോ, കേൾക്കണം നല്ലപോലെ കേൾക്കണേ. എല്ലാം ഇപ്പം കസേരയ്ക്കകത്ത് നിസ്കാരം. ഇമാമും നാളെ കസേര തുടങ്ങാൻ പോകണം. പള്ളികളൊക്കെ ഓഡിറ്റോറിയം ആയിട്ട് മാറി. ഇപ്പോൾ എന്തൊരു കസേര! ഈ കസേരയ്ക്ക് എടുത്ത് താഴെ ഇരുന്ന് നിസ്കരിക്കണം. ഈ കസേരയിൽ നിന്ന് എന്തെങ്കിലും താഴെ ഇരുന്ന് നിസ്കരിക്കാൻ മുട്ടൊക്കെ ഒന്ന് മടങ്ങട്ടെ. ഓർത്തോടെടുക്ക് പോകുമ്പോൾ ഡോക്ടർ പറയുന്നത് മുട്ട് ഇങ്ങനെ സാധാ ക്ലോസറ്റ് ഇരുന്ന് ഇരിക്കണം എന്നാണ് പറയുന്നത് ഡോക്ടർമാർ, നല്ല ഡോക്ടർമാർ. യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, സാധാ ക്ലോസറ്റ്. മുട്ടൊക്കെ ഇങ്ങനെ അങ്ങ് മടങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയം വരെ ഇരുന്നാണ് നിസ്കരിച്ച താഴെ. നാളെ മുതൽ പോയി താഴെ കസേര ഇരുന്ന് നിസ്കരിച്ചിട്ട് ഓടിയാ പുറത്തോട്ട് പോകുന്നത്. വല്ല ഗുരു ഉണ്ടോ അദ്ദേഹത്തിന്? പിന്നെ എന്തിനാ ഈ കസേരയിൽ നിസ്കരിക്കുന്നത്? എന്നിട്ട് ഇറങ്ങി നടക്കുക, ഓടുക, കസേരയും പൊക്കിക്കൊണ്ടാ ഓടുന്നത്. അതിനുള്ള ആരോഗ്യമുള്ള മനുഷ്യൻ പിന്നെ ഈ കസേരക്കകത്തിരുന്ന് നിസ്കരിക്കണോ? താഴെ നിസ്കരിച്ചൂടെ? നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി പറ്റുന്നില്ല, മുട്ട് മടങ്ങുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ഒരാൾ നോക്കി, ഇത് മൊത്തം പള്ളി, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ തന്നെ 90 കസേരയാ. എന്ത് ഇപ്പൊ ഇത് കസേര? അതുകൊണ്ട് പള്ളി നിസ്കരിക്കാൻ വേണ്ടി കസേരയ്ക്ക് ഒന്ന് ഓഫറാക്കണ്ട. ഇവിടത്തേക്ക് പ്രസിഡന്റ് പറഞ്ഞില്ലല്ലോ ഒന്നും എന്നോട്. അദ്ദേഹം പറയാതെ പിരിവുണ്ടെങ്കിൽ നേരത്തെ പറയണം. 10:30 കഴിഞ്ഞാൽ ഞാൻ മിണ്ടൂല. ഒറ്റ അക്ഷരമില്ല. ദുആർന്ന് അപ്പോഴേ വിടും. എനിക്ക് മലപ്പുറത്ത് പോകാനുള്ളതാണ്. അപ്പൊ 3 കാര്യമാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്. ഭൂകമ്പം ഉണ്ടാകുന്ന 3 കാരണങ്ങൾ എന്താ? ഒന്ന്, നല്ലപോലെ ശ്രദ്ധിച്ചോ. ഒന്ന്, ഇദസ്തബാഹു അസ്സിനാ, വ്യഭിചാരം സർവ്വസാധാരണമാവുക. അതായത് വിവാഹേതര ബന്ധം അനുവദനീയമാവുക. മനസ്സിലായോ? വിവാഹേതര ബന്ധം അനുവദനീയമായാൽ എന്താ സംഭവിക്കുന്നത്? വലതുസിന അധികരിക്കും. അല്ലേ? വലതുസിന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ജാരസന്താനം അധികരിക്കും എന്നർത്ഥം. ജാരസന്താനം അധികരിക്കും. ആരുടെയാന്ന് അറിയില്ല. ഉമ്മാടുത്ത് ചോദിക്കണം, ഇതാരുടെ സാധനമാണെന്ന് അറിയില്ല. ഭാര്യയോട് ചോദിക്കണം. അപ്പൊ വിവാഹേതര ബന്ധം ഹലാലല്ല, ഹറാമാണെന്ന് ഖുർആനും ഹദീസും പറയുമ്പോ സുപ്രീം കോടതി ഇപ്പൊ അനുവദിച്ചത് കൊണ്ട് നമുക്കിപ്പോ ഇവിടെ കയറിയിട്ട് വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? മിണ്ടുന്നില്ല. ഇവിടെ അനുവാദം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, എന്നാ പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഞാനും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി ഇവിടെ വന്നിട്ട് നിങ്ങളിവിടെ മിണ്ടാത്തത്. ഇതിപ്പോ സുപ്രീം കോടതി അനുവദിച്ചതുകൊണ്ട് നമുക്കിപ്പോ വിവാഹേതര ബന്ധം ജായിസാന്നും പറഞ്ഞ് ഓരോ വീട് തോറും കയറി ഇറങ്ങാൻ പറ്റുമോ? പറ്റില്ല. അത് ഇസ്ലാമല്ലേ. അതാ ഞാൻ നേരത്തെ ഓതിയ ആയത്ത്. അള്ളാഹു റസൂലും പറയുന്നതാണ് നമ്മുടെ ദീൻ. അള്ളാഹു റസൂലും പറയുന്നതാണ് നമ്മുടെ ദീൻ. അതിനനുസരിച്ച് ജീവിക്കലല്ലേ വേണ്ടത്. അപ്പൊ എന്താ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത്? വിവാഹേതര ബന്ധങ്ങളിലൂടെ എന്താ സംഭവിക്കുന്നത്? കുട്ടികൾ അധികരിക്കും. ഏത് കുട്ടികൾ? ജാരസന്താനം അധികരിക്കും. വലദുൽ സിന, വലദുൽ ഖംസ്, അത് അധികരിക്കും. അത് പ്രശ്നമാണ്. അമേരിക്കയിൽ 40% ജാരസന്താനങ്ങൾ. അറിയോ? 40%. ഫാദർലെസ് അമേരിക്ക എന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഒരാള്. ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്നർത്ഥം. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ വർഷവും 3.5 ലക്ഷം വിവാഹേതര ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. 3 ലക്ഷം അബോർഷൻ നടക്കുന്നുണ്ട്. ഗർഭഛിദ്രം അവിടെ നടക്കുന്നുണ്ട്. 3.5 ലക്ഷത്തോളം തന്തയില്ലാത്ത, പിതാവില്ലാത്ത മക്കൾ ഉണ്ടാകുന്നുണ്ട്. കണക്ക് പറയാണ് ആ ബുക്കില്. ഫാദർലെസ് അമേരിക്ക. പാശ്ചാത്യ നാടുകളിൽ ഈ ഒരു അരാജകത്വം അനുവദനീയമായപ്പോ മഹത്തായ ഇന്ത്യ രാജ്യത്തിലും നമുക്ക് അനുവാദം ലഭിച്ചതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? വലദുസിന അധികരിക്കും, ജാരസന്താനങ്ങൾ അധികരിക്കും. നബിയുനാ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, لا تزال الأمة على شريعة حسنة ما لم يظهر فيهم ثلاث.
3 കാര്യങ്ങൾ പരസ്യമാകുന്നത് വരെ, വെളിപ്പെടുന്നത് വരെ ഈ സമുദായം യഥാർത്ഥ ശരീഅത്തിൽ തന്നെയായിരിക്കും. 3 കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ ശരീഅത്തിൽ നിന്ന് അടർന്നു പോകും, തെറ്റിപ്പോകുമെന്നർത്ഥം. 3 കാര്യങ്ങൾ വെളിപ്പെട്ടാൽ, 1 മാലം യുഖ്ബൽ മിൻഹും അൽ ഇൽമു, ഇൽമു പിടിക്കപ്പെട്ടാൽ, ഇൽമു പഠിപ്പിക്കാൻ ആരുമില്ലാതെ, ഉലമാക്കളെ അംഗീകരിക്കാതെ, ദീനിന്റെ ഒരു വഅളോ നസീഹത്തോ പ്രബോധനങ്ങളോ ഇല്ലാതെ ഈ സമുദായം അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാലം വന്നാൽ ഓർക്കണേ, നമ്മൾ ശരീഅത്തിൽ നിന്ന് അടർന്നു പോയി. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് വാള് വെക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഈമാൻ കിട്ടും, കുറച്ചുകൂടെ ദീൻ നിലനിർത്താൻ കഴിയും, ദീനിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. ഈ വാളുകളും നസീഹത്തുകളും ഉലമാക്കളുടെ സമ്മേളനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അൽഹംദുലില്ലാഹ് ഈ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഇത് ആര് പഠിപ്പിച്ചു തരും? ഇപ്പൊ ഈ വയസ്സായ നിങ്ങൾക്ക് നാളെ രാവിലെ മദ്രസയിലെ ഉസ്താദിന്റെ കൂട്ടത്തിൽ 1ാം ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റുമോ? ഈ ഉമ്മുമ്മമാർക്ക് വന്ന് മദ്രസയിൽ നാളെ രാവിലെ വന്നിരുന്ന് ഉസ്താദെ ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ച അല്ലാഹ് ഇന്നലെ ഉസ്താദ് പ്രസംഗിച്ച കേട്ടില്ലേ, ദീനം ഇല്ലാത്തവരൊക്കെ പഴിച്ചു പോകുന്ന, അതുകൊണ്ടൊന്ന് പഠിപ്പിച്ചെന്നിട്ട് ഇനി പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഇതേപോലുള്ള വഅദ് നസീഹത്തുകളിലൂടെയാണ് ഈ സമുദായം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്. ആ ഇൽമു പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, നമ്മൾ ശരീഅത്തിൽ നിന്ന് പുറത്തോട്ട് പോവാണ്. കാരണം ഇത് പഠിപ്പിക്കാൻ ആരുമില്ല. 1. 2 മാലം തൽഹർ ഫീഹിം വലദുൽ ഖാസ്, ആ സമൂഹത്തിനിടയിൽ ജാരസന്താനങ്ങൾ അധികരിച്ചാൽ, ജാരസന്താനങ്ങൾ അധികരിക്കുന്ന ഒരു കാലം എന്റെ സമൂഹത്തിൽ അത് സംജാതമായാൽ എന്റെ സമൂഹം ശരീഅത്തിൽ നിന്ന് അടർന്നു പോകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി പറഞ്ഞ വാക്ക്. എന്താ രണ്ടാമത് പറഞ്ഞ വാക്ക്? മാലം യൽഹറു ഫീഹിം വലദുൽ ഖിൻസ്, വലദുൽ ഖിൻസ്, ജാരസന്താനം അധികരിച്ചാൽ, അത് വെളിപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? ഈ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തുപോയി. അതാണ് അതിന്റെ 3 വതൽഹറു ഫീഹിം സഖാറൂൻ, സഖാറൂൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ സമൂഹത്തിൽ വെളിപ്പെടുമത്രേ. ഖാലൂ യാ റസൂലല്ലാഹ്, സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വമസ്സഖാറൂൻ, സഖാറൂൻ എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മറുപടി പറഞ്ഞു, നശഉൻ, അതൊരു വിഭാഗമാണ്, യകൂനൂന ഫീ ആഖിറിസ് സമാൻ, ആഖിറുസ് സമാനിൽ വരുന്നവരാണ്. യകൂനു തഹിയ്യതുഹും ഇദാ തലാഖൗ, അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവരുടെ അഭിവാദ്യം എന്ന് പറഞ്ഞാൽ അത്തലാഉനു, മോശമായ വാക്കുകൾ കൊണ്ടാണ് അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ കൈ കൊടുക്കുക. പരസ്പരം നമ്മൾ കണ്ടാൽ എന്താ പറയാ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നല്ല പറയാ. ഇതങ്ങനല്ല. തള്ളേ, നീ എവിടെ ഡാഷ് മോനെ, ഡാഷ് മോനെ, എത്ര നേരം കൊണ്ട് വിളിച്ചതാ ഡാഷ് മോനെ. അവർക്ക് അങ്ങോട്ട് ചീത്ത വിളിക്കാൻ മടിയില്ല. സന്തോഷത്തിന്റെ പേരല്ല, സ്നേഹത്തിന്റെ പേരിലാണ്. മായും പായും ഒക്കെ വെച്ചിട്ട് ചീത്ത വിളിച്ച് കണ്ടുമുട്ടുമ്പോ തന്നെ അളിയാന്ന് വിളിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ വേറെ ഒരു മകന്റെ പേരും കൂടെ ചേർത്തിട്ടാ വിളിക്കുക. പക്ഷെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പേരില് അങ്ങനല്ലേ? അവളിപ്പോ പോകുമ്പോ ഈ മാർക്കറ്റിലൊക്കെ പോയാലേ അതെടുക്കടാ എടുക്കടാ വിളിക്കുന്നത്, അത് ഇങ്ങോട്ട് സ്നേഹ ദേഷ്യമല്ലാതെ അത് അവർക്കിടയിൽ ഒരു രസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ അഭിവാദ്യം ചെയ്യുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അങ്ങനെ എന്റെ ഉമ്മത്തികൾ പിഴച്ചുപോയാൽ നമ്മൾ ശരീഅത്തിൽ, അങ്ങനെ ആരെങ്കിലും പരസ്പരം പറയുന്നത് കണ്ടാൽ അവൻ ശരീഅത്തിൽ നിന്ന് പുറത്താണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. തള്ളേ തന്തേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂല്ലേ ചില ആൾക്കാർ? ഇല്ലേ? പരസ്പരം അഭിസംബോധന ചെയ്ത് അങ്ങനെയാണ് ചില ആളുകൾ. ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ 2 ചീത്ത വിളിച്ചിട്ടാ പറഞ്ഞത്. എത്ര നേരമായിട്ട് തന്നെ ഞാൻ വിളിക്കുന്നു. കൂട്ടുകാർ തന്നെയാണ്. ഇല്ല അളിയ, ഞാനത് ഉറങ്ങിപ്പോയി അളിയ, അവന്റെ മറുപടി. അങ്ങനെ പരസ്പരം കണ്ടാൽ അഭിവാദ്യം ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ശരീഅത്തിൽ നിന്ന് പുറത്താണ്. അപ്പൊ നമ്മുടെ വിഷയം എന്താ? ജാരസന്താനം അധികരിക്കുക. ജാരസന്താനം അധികരിക്കുക. ജാരസന്താനം അധികരിക്കുന്നത് വിവാഹേതര ബന്ധങ്ങളിലൂടെയാണ്, അതിലൂടെയാണ് അധികരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത്, ഇദസ്തബാഹു അസ്സിനാ
വ്യഭിചാരം അനുവദനീയമായാൽ വശുരിബത്തിൽ ഖുമൂർ മദ്യങ്ങൾ കുടിപ്പിക്കപ്പെട്ടാൽ അതിവ്യാപകമായാൽ ഏത് പെട്ടിക്കടയിലും മദ്യം വിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ എന്റെ സമുദായം പാട്ടും വാദ്യോപകരണങ്ങളും ഗാനമേളകളോട് മ്യൂസിക്കിനോട് ഒരു താല്പര്യവും ആവേശവും കാണിക്കുന്ന സാഹചര്യം വന്നാൽ അല്ലാഹു ആകാശത്ത് നിന്ന് കോപിച്ചുകൊണ്ട് ഭൂമിയോട് പറയുമത്രേ തസൽസലീ ഭൂമിയെ ഇവരെയും കൊണ്ട് നീയൊന്ന് താഴോട്ട് പോകണേ, ഇവരെ നീയൊന്ന് കുലുക്കിക്കൊല്ലണേ, ഇവരുടെ മേലേക്ക് നീയൊന്ന് ഉരുൾപൊട്ടണേ എന്ന് അല്ലാഹു അവരോട് ഭൂമിയോട് പറയുമെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ. ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഭൂമി പിളർന്നതിലേക്ക് പോകുന്നത്. ഈ അടുത്ത ദിവസം ഇസ്രായേലിൽ സംഭവിച്ചു. അവിടെ ആയിരിക്കും ഭൂകമ്പം ഉണ്ടാകുന്നത്. ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. ഒരുപാട് ലൈറ്റുകളും അറേഞ്ച്മെന്റുകളും എല്ലാം അതിന്റെ ബെൽ ഷോട്ട് പെട്ടെന്ന് ഒരു അപശബ്ദം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഹദീസ് സുപ്രധാന സമയം. ഏറ്റവും കൂടുതൽ നമുക്ക് താല്പര്യം അതാണ്. വ്യഭിചാരികളെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല അവൻ കാപട്യത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞില്ല. പക്ഷേ പാട്ടും സംഗീതവും കേൾക്കുന്നവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അവൻ കാപട്യത്തിന്റെ ഉടമയാണെന്ന്. കാരണം എന്താ? ഒരു പാട്ട് കേൾക്കുമ്പോൾ വീണ്ടും അടുത്ത് കേൾക്കാൻ തോന്നും, വീണ്ടും കേൾക്കാൻ തോന്നും. 1 മണിക്കൂർ 2 മണിക്കൂർ ഇൻട്രസ്റ്റോടെ താല്പര്യത്തോടു കൂടി നമ്മൾ അതിന്റെ മുന്നിലിരിക്കും. എന്നാൽ ഒന്ന് വ്യഭിചരിച്ച് എന്നാ ഒന്നൂടാകാം, ഇന്നലെ അല്ലേ വ്യഭിചരിച്ച്, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇല്ല നാളെയും കൂടെ ആകാം. അങ്ങനെ ആരും വ്യഭിചരിക്കാറില്ല. അതൊരു പേടിയാണ്. വ്യഭിചരിക്കാൻ പോകുമ്പോ ഒന്ന് വ്യഭിചരിച്ചു പെട്ടെന്ന് തൗബ ചെയ്തു തുടങ്ങും. പക്ഷെ പാട്ട് അങ്ങനെയല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഭൂമി കുലുക്കവും ഭൂകമ്പവും മസ്ഖും ഖസ്ഫും നമ്മുടെ കോലം മറിക്കുന്ന ശിക്ഷകൾ ഇറങ്ങാനുള്ള കാരണങ്ങൾ 5 ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് മറ്റൊരു ഹദീസ്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അതിന്റെ കൂട്ടത്തിൽ ആയിഷ ബീവി പറഞ്ഞത് ഭൂകമ്പവും ഭൂമി കുലുക്കവും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാനുള്ള കാരണം നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മഹദിയായ ആയിഷ, 1 വിവാഹേതര ബന്ധം അനുവദനീയമായി മാറും, 2 മദ്യം കുടിക്കും, 3 വിനോദങ്ങളും വാദ്യോപകരണങ്ങളും അനുവദനീയമായ നിലയിൽ നമ്മൾ ആസ്വദിക്കും. ഈ 3 കാരണങ്ങൾ ഭൂമി കുലുക്കമുണ്ടാകാൻ കാരണമാണ്. മഹദി അവരോട് പറയുന്ന വാക്കാണ്. മറ്റൊരു ഹദീസ് കേട്ടോ, അബൂ ഉമാമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്. നമ്മളിപ്പോ ഈ ഭൂകമ്പവും ഭൂമികുലുക്കൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 12 മണിക്ക് പോയി കിടന്ന വീട്ടിൽ നേരം വെളുക്കുമ്പോൾ ഒരു 3 മണിക്ക് ഉരുൾപൊട്ടലുണ്ടായി, അവരെല്ലാവരും മരിച്ചു. ഇങ്ങനൊരു സംഭവം അവിടെ കാണാനില്ല, ഒരു വീടും കാണാനില്ല, ആ വീട്ടുകാരെയും കാണാനില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ ഇങ്ങനെ പറയുന്നു. നമ്മളെല്ലാം കേട്ടതാണ്, നമ്മളൊക്കെ കണ്ടതാണ്. നമ്മളെല്ലാം കേട്ടതും കണ്ടതും ഒക്കെ തന്നെയാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യബീതു ഖൗമും മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ സമുദായം രാത്രി ഉറങ്ങുന്ന അവസ്ഥ എങ്ങനെയാണെന്നറിയോ? നല്ലപോലെ കേൾക്കണേ. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് എല്ലാം കേട്ടോ, ഹദീസ് ഒന്ന് കേട്ടോ. എന്റെ ഉമ്മത്തുകൾ രാത്രി ഉറങ്ങുന്നത് എങ്ങനെയാണ്? യബീതു ഖൗമും മിൻ ഹാദിഹിൽ ഉമ്മ അലാ തുഅമിൻ വശുറുബിൻ വലഹുവിൻ വലഅബിൻ ഫയുസ്ബിഹു ഖദ് മുസിഖൂ ഖിറദതൻ വഖിൻസീറാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിലെ സഹോദരങ്ങൾ രാത്രി അവർ ഉറങ്ങാൻ കിടക്കുന്നത് അലാ തുഅമിൻ വശുറുബിൻ, തിന്നും കുടിച്ചും, അലാ ലഹുവിൻ വലഅബിൻ, കളിച്ചും ചിരിച്ചും കൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുക. ഫയുസ്ബിഹു, നേരം വെളുത്തു കഴിഞ്ഞാൽ ഖദ് മുസിഖൂ ഖിറദതൻ വഖനാസീറാ,
അവരുടെ കോലം തന്നെ അല്ലാഹു മറിക്കപ്പെട്ട അല്ലാഹു മറിച്ചതായി നമുക്ക് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹി പറഞ്ഞത്, എൻ്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് തിന്നും കുടിച്ചിട്ട് ശരിയല്ലേ? നമ്മൾ രാത്രി 12:45 ഷവ്വായ, അൽഫഹം, തന്തൂരി, കുഴിമന്തി അതന്നെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡ് സൈഡിലൂടെ യാത്ര ചെയ്ത് നോക്ക്, 1 മണി 2 മണിക്കെല്ലാം കോഴിയുടെ കാല് വലിച്ചോണ്ടിരിക്കുകയാണ് അൽഫാം. അപ്പൊ നമ്മളും വാത് കഴിഞ്ഞാൽ പോയി അതാ തിന്നുന്നത്. ഈ പോകുന്ന വഴിയിൽ ഈ മന്തി ഇങ്ങനെ ഈ കോഴിയൊക്കെ തൂക്കിയിട്ടിരിക്കും, അതെല്ലാം ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത് നിൽക്കുകയാണ്, തൂങ്ങിച്ചത്ത്. ആ ഡെഡ് ബോഡി എടുത്ത് നമ്മുടെ മയ്യത്തിലോട്ട് അടക്കുന്നത് ഇതിനകത്ത്. അത് നമ്മുടെ ഖബർ കുഴിയാണ്. ഈ ഡെഡ് ബോഡി മൊത്തം പോസ്റ്റ്മോർട്ടം ചെയ്ത് തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് മൊത്തം നമ്മളെടുത്ത് തിന്നാണ്. രാത്രി മുഴുവൻ 12 മണി 1 മണിക്ക് തീറ്റയാണ്. എത്ര മണിക്ക് തുടങ്ങുന്നത്? തീറ്റ സുബൈ കഴിഞ്ഞ മുതലേ പുട്ടും കടലയും മുതൽ തുടങ്ങും. സുബൈ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നേരെ പോയി കടയിൽ പോയിരുന്നിട്ട് ചെറിയ പുട്ട്, ചായ, കടല, അത് പയറ്, അത് കഴിച്ചിട്ട് അവിടെ മുതൽ തുടങ്ങും. രാത്രി 10-12 മണി വരെ തീറ്റിയോടെ തീറ്റി. ഈ കല്യാണ ദിവസമൊക്കെ മൈലാഞ്ചി കല്യാണം എന്നൊക്കെ പറഞ്ഞ തലേ ദിവസം എന്റെ പടച്ചനെ ഒടുക്കത്തെ തീറ്റിയ താത്തമാരൊക്കെ എന്നാ തീറ്റിയാ പോയി തിന്നുന്നത് സംഭവം. വൈകിട്ടൊക്കെ പോയിരുന്നങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ 12. ഇന്ന് വൈകിട്ട് തീറ്റി. രാവിലെ പ്രത്യേകിച്ച് ഉച്ചയ്ക്കാണ് സമാപനം 3 സ്വലാത്തോടു കൂടി. ശനിയാഴ്ച വൈകിട്ട് തുടങ്ങിയത് ഞായറാഴ്ച 12-12:45 ഈ സ്റ്റോക്ക് വല്ലാത്തൊരു സ്റ്റോക്ക് തന്നെ സംഭവം. നല്ല തീറ്റിയാണ്. എന്നിട്ട് രാവിലെ ഓട്ടം റബ്ബറിന് തോട്ടത്തിനിടെ പെട്ടിയോട്ടം പോകുന്ന പോലെ അതിന്റെ പോക്ക്. എന്തിനാ ഇങ്ങനെ ഓടുന്നത്? ഇത്രയും തിന്നിട്ട് കിടന്ന് ഓടേണ്ട കാര്യമുണ്ടോ? എന്റെ സഹോദരിമാരെ, അതിന്റെ ആവശ്യമുണ്ടോ? രാവിലെ കിടന്നൊക്കെ ഇങ്ങനെ ഓടണോ? 2 ദിവസം കഴിയുമ്പോൾ പത്രത്തിൽ കാണാം സഫിയ പേപ്പട്ടി അടിച്ച് ആശുപത്രി കിടക്കുന്നു. വല്ല ആവശ്യമുണ്ടോ? രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുന്ന എൻ്റെ കൊളസ്ട്രോൾ ഒന്ന് കുറച്ചാ പടച്ചവനെ, അള്ളാഹുവേ എൻ്റെ അസുഖങ്ങളൊന്ന് മാറ്റിത്ത പടച്ചവനെ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർ എത്ര അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കുമായിരുന്നു. പക്ഷെ ഉറങ്ങുന്ന എത്ര മണിക്കാ? വാട്സപ്പ് എടുത്തിട്ട് നോക്കിയാൽ മതി. ലാസ്റ്റ് സീൻ 2:13, 12:31, 1:24 ലാസ്റ്റ് സീൻ നോക്കിയാൽ മതി. പാതിരാത്രി 12 മണിക്ക് നോക്കി ആക്റ്റീവ് നൗ. ഇപ്പോഴും അവൾ ആക്റ്റീവിലാണ്. കെട്ടിയോൻ ഡെത്തായി, അയാൾ ആക്റ്റീവ് ഇല്ല. അയാൾ ഉറങ്ങുന്ന സമയത്താണ് ഇവിടെ ആക്റ്റീവ്. അതുകൊണ്ടാണ് ഈ കൂടുതലും പെണ്ണുങ്ങൾ ഈ ആക്റ്റീവായിട്ട് നടക്കുന്നത്. സംഭവം മനസ്സിലായില്ലേ? എപ്പോഴും അവർ ഈ ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഈ ആക്റ്റീവായിട്ട് അവർ നടക്കുന്നത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ വാക്കല്ല, ഹബീബ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക. രാത്രി നമ്മുടെ സമുദായം ഉറങ്ങുന്നത് കളി ചിരി രസത്തിലാണ്. സുബഹിക്ക് എഴുന്നേറ്റ ഉടനെ ആദ്യം പണ്ടൊക്കെ രാവിലെ എഴുന്നേറ്റാല് നേരെ ബാത്റൂമിലേക്ക് പോകും, ഒന്നുമൊക്കെ എടുക്കണം, പള്ളിയിൽ പോകണമെന്നുണ്ട്. ഇപ്പൊ അതല്ല. സുബഹി കഴിഞ്ഞ ഉടനെ, സുബഹിക്ക് എഴുന്നേറ്റ ഉടനെ എന്തുവാ മൊബൈല് ഇങ്ങോട്ട് കീറി ഒരു കുത്ത്. അതിനകത്തെന്താ വന്നിട്ടുള്ളത്? രാത്രി അയച്ചിട്ടുള്ളതാണ്. ഒരൊറ്റ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കൂ. ഇല്ല സാറേ, ശരിയല്ലേ? ഞാൻ അങ്ങനെയാണ്. നിങ്ങളുടെ കാര്യം അങ്ങനെ എനിക്കറിയില്ല. സുബഹിക്ക് എഴുന്നേറ്റോണല്ലേ ഉസ്താദേ? ആദ്യം നോക്കുന്ന ഇതാണ്. അപ്പൊ രാത്രി ലാസ്റ്റ് 12:43. അപ്പൊ രാത്രി നമ്മുടെ സമുദായം ഉറങ്ങുന്നത് കളിച്ചും ചിരിച്ചും രസിച്ചും ഒക്കെയാണ്. എന്റെ പൊന്നു സഹോദര സഹോദരി, നമ്മൾ ഈ രാത്രി കിടന്ന് ഇങ്ങനെ കളിച്ച് ചിരിച്ചിട്ട് ഒരു തൗബ ചെയ്തിട്ട് കിടക്ക്. രാത്രി അങ്ങനെ മരിച്ചു പോയാൽ പൊരുത്തപ്പെട്ടു വരും. കാരണം നമ്മൾ തൗബ ചെയ്ത് അങ്ങനെ മരിച്ചു പോയി എന്ത് ചെയ്യും? അതുകൊണ്ട് രാത്രി നമ്മൾ എന്തെങ്കിലും കളിയും ചിരിക്കുമാണെങ്കിൽ അള്ളാഹയോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് തൗബ ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നേരം വെളുക്കുമ്പോ പന്നികളെ പോലെ കുരങ്ങന്മാരെ പോലെ കോലം മറിച്ചു കളയുമത്രേ. കുരങ്ങനെ പോലെ നമ്മൾ ആവൂല, പന്നിയെ പോലെ നമ്മൾ ആവൂല. പക്ഷേ കോലം മറിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ നോക്കുന്ന ആളുകൾക്ക് അതേ രൂപത്തിൽ തോന്നിയേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ മേലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുങ്കാറ്റ്, ഒരു പ്രയോജനവുമില്ലാത്ത കാറ്റ് അടിക്കുമത്രേ. ഭയങ്കരമായ കാറ്റടിച്ച് വീശി ഉരുൾപൊട്ടലുണ്ടായി അവരുടെ വീടുകൾ മുഴുവനും ഒലിച്ചു പോകുമ്പോ നേരം വെളുക്കുമ്പോൾ ഹത്താ യുസ്ബിഹന്നാസു ഫയഖൂലൂൻ, ജനങ്ങളെ നേരം വെളുക്കുമ്പോൾ
എഴുന്നേറ്റ് വന്ന് കവലയിൽ അങ്ങാടിയിൽ വന്ന് നിന്നിട്ട് പറയും അത്രേ, ഹുസിഫൽ ലൈലത ബിദാരി ഫുലാൻ, ഹുസിഫൽ ലൈലത ബിബനി ഫുലാൻ. അറിഞ്ഞോ സഹോദരാ, നമ്മുടെ ഇന്ന സഹോദരന്റെ വീടുമായി ഭൂമി ഒഴുകിപ്പോയിരിക്കുകയാണ്. ഇന്ന വ്യക്തിയെ കാണാനില്ല, ഇന്ന വ്യക്തിയുടെ വീട് കാണാനില്ല, ഇന്ന വ്യക്തിയുടെ തോട്ടങ്ങളെ കാണാനില്ല. കഴിഞ്ഞ രാത്രിയിലെ ഉരുൾപൊട്ടലിൽ അവരുടെ വീടടക്കം ഒഴുകിപ്പോയിരിക്കുകയാണ്. ജനങ്ങൾ രാവിലെ പറയും അത്രേ, അതേ പറഞ്ഞില്ലേ, അതേ പറഞ്ഞില്ലേ. എവിടെ പറഞ്ഞു? അടിമാലിയിൽ പറഞ്ഞു. അടിമാലിയിൽ പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? 12 മണിക്ക് അവർ ഉറങ്ങാൻ കിടന്നു. ഞങ്ങളോട് സംസാരിച്ചിട്ട് ഉറങ്ങിയത്. 3 മണിക്ക് ഉരുൾപൊട്ടലുണ്ടായി. നേരം വെളുത്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല, ഇങ്ങനെ ഒരു വീട് അവിടെ ഉണ്ടായിട്ടേ ഇല്ല, അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലേ ഇല്ല. ആ കോലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ട് പഠിച്ചു മാറ്റിക്കളഞ്ഞു. കമാ അർസലത അലാ ഖൗമി ആദ് ഗോത്രക്കാരുടെ മേലേക്ക് അല്ലാഹു അയച്ചതുപോലുള്ള കൊടുങ്കാറ്റും ജലപ്രളയങ്ങളെ കൊണ്ടും കൊടുങ്കാറ്റ് കൊണ്ടും ഭൂമി കുലുങ്ങങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ പരീക്ഷിക്കുകയായി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് അറിയണോ? നിങ്ങൾ ഈ നാട്ടിലൊക്കെ ഒന്ന് പോയി നോക്കണം. ഇങ്ങനെയുള്ള ഈ ഉരുൾപൊട്ടല്, ജലപ്രളയം, ഭൂമി കുലുക്കം, ആ നാട്ടിലേക്ക് നിങ്ങൾ പോകണം. വഹിയ ളാലിമത്തുൻ ഫഹിയ ഖാബിയത്തുൻ അലാ ഉറൂശിഹാ. എത്ര ഗ്രാമങ്ങളാ, നിങ്ങളൊന്ന് പോയി നോക്കണേ. വഹിയ ളാലിമ, അവർ അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിൽ ഫഹിയ ഖാവിയ, അവരുടെ വീടിന്റെ സമുച്ചയം പൊളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ? വീടിന്റെ മുകൾ ഭാഗം അങ്ങനെ തന്നെ നടക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്ക. ഇന്നലെ മൂന്നാറിന് വേണ്ടി ഇറക്കിയ ആയത്തല്ല ഇത്, വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു അറിയിച്ചാണ്. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ, വീടിന്റെ സമുച്ചയം അങ്ങനെ തന്നെ താഴെ വന്ന് കിടക്കുകയാണ്. തീർന്നില്ല. ഇന്നലെ വരെ വെള്ളം കോരി കുടിച്ച കിണറ്, കുളിക്കാനും കുടിക്കാനും പാചകം ചെയ്യാനും ഉപയോഗിച്ചു കൊണ്ടിരുന്ന നമ്മുടെ കിണറ് ഉപയോഗശൂന്യമായി ചെളി കൊണ്ട് നിറഞ്ഞു, മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഒന്ന് നടന്നു പോകണേ. ഉപയോഗശൂന്യമായ എത്രയോ കിണറുകൾ നമുക്ക് കാണാം. ശരിയല്ലേ? ഇല്ലേ? ഉപയോഗശൂന്യമായ കിണർ നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ലേ? ആളുകളൊക്കെ നന്നാക്കാൻ ഇല്ലേ? ശരിയല്ലേ? ഖുർആൻ പോയിരുന്നു, കിണർ കണ്ടോ, വൃത്തിയാക്കാൻ പോയിരുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വാക്ക, എത്ര ഉപയോഗശൂന്യമായ കിണറുകൾ പോയി കാണു. വീടൊക്കെ പൊളിഞ്ഞു കിടക്കില്ലേ? ഇല്ലേ? പ്രസിഡന്റ് പറയുമ്പോ അതിനൊരു ഉറപ്പ് നമുക്കൂടുണ്ട്. തീർന്നില്ല. ഇനി അടുത്തൊരു ആയത്ത്, ആയത്തിന്റെ ബാക്കി. വലിയ വീടുകൾ അങ്ങനെ താണ് വീണ് കിടക്കുന്നു, വലിയ വലിയ കെട്ടിടങ്ങൾ. അടിമാലി ടൗണിൽ പോയി നോക്കി, 2 നില വീട് അങ്ങനെ തന്നെ മാറി വേറെ സ്ഥലത്ത് പോയി കിടക്കുന്നു. അല്ലേ? വലിയ വീടുകൾ അങ്ങനെ തന്നെ താണ് വീണ്. കേരളത്തിൽ നിങ്ങൾ ദൂരൊന്നും പോണ്ട. എന്നിട്ട് അല്ല നമ്മളോട് പറയാണ്, എന്നോടും ചേലക്കുളംകാരോടും, ഇവിടുന്ന് ചാപ്പാടൊക്കെ വെച്ച് നിങ്ങൾ കൊണ്ടുപോയി ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കൊടുത്തവരല്ലേ? അപ്പൊ നിങ്ങളോട് അല്ലാഹു തആല ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങളോട് എന്നോടും. എന്താ? അഫലം യസീറൂ ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. ഈ അനിഷ്ട സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ നിങ്ങളൊന്ന് യാത്ര ചെയ്തൊന്ന് വിലയിരുത്തണമേ. നിങ്ങളുടെ മുഖത്തുള്ള 2 കണ്ണുകൾക്ക് കാഴ്ചയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടിട്ട് റബ്ബിനെ വിലയിരുത്താം. പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ
നിങ്ങൾക്ക് വിലയിരുത്താൻ ഇതേപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങൾക്കൊരു പാഠമാ. പക്ഷേ ഇതെത്ര കണ്ടിട്ടും നമ്മുടെ പാട്ടിനോ ഗാനമേളയ്ക്കോ നമ്മുടെ ഉത്സവങ്ങൾക്കോ നമ്മുടെ സന്തോഷത്തിനോ യാതൊരു കുറവുമില്ല. ആഡംബരത്തിനും ആഹ്ലാദത്തിനും കുറവില്ല. കാരണം എന്താണ്? നിങ്ങളുടെ മുഖത്തിലുള്ള കണ്ണിനല്ല അന്ധത ബാധിച്ചത്. വലാകിൻ തഅമൽ ഖുലൂബുല്ലതീ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കണ്ണുകൾക്കാണ് അന്ധത ബാധിച്ചത്. മഹാന്മാര് പറയുന്നില്ലേ, ഓരോ വ്യക്തികൾക്കും 4 കണ്ണുകളാണുള്ളത്. ഐനാനി ഫി റഅസിഹി, അവന്റെ 2 കണ്ണ് അവന്റെ തലയിലാ. വഐനാനി ഫി ഖൽബിഹി, 2 കണ്ണ് അവന്റെ ഹൃദയത്തിലാണ്. ഫൈൻ അമിയത് ഐനാ റഅസിഹി, അവന്റെ തലയിലുള്ള 2 കണ്ണുകൾക്ക് അന്ധത ബാധിച്ചാൽ വഅബ്സറത് ഐനാ ഖൽബിഹി, അവന്റെ ഖൽബിലുള്ള കണ്ണുകൾ തുറന്ന് പ്രവർത്തിക്കുമത്രേ. മറിച്ച് അവന്റെ ഖൽബിലുള്ള കണ്ണ് അടഞ്ഞു പോയാൽ അവന്റെ മുഖത്തുള്ള കണ്ണ് തുറന്നിരിക്കുന്നത് കൊണ്ട് യാതൊരു പുണ്യവുമില്ല. 2 കണ്ണല്ല 4 കണ്ണല്ല. നമ്മൾ കാണുമ്പോ പെട്ടെന്ന് ഖൽബിലേക്ക് ചിന്തിക്കും. അതല്ലേ ഒരു പെണ്ണിനെ കാണുമ്പോൾ നമ്മുടെ ഖൽബിലാണ് അത് പതിയുന്നത്. പിന്നെ ഖൽബ് കൊണ്ടാണ് അവളെ പിന്നെ നോക്കുന്നത്. എപ്പോഴും ആ ഖൽബിലാണ് ചിന്തിക്കുക. ഒരു സംഭവം കണ്ടാൽ പെട്ടെന്ന് അത് ഖൽബിൽ അത് റെക്കോർഡാണ്. അതാണ് അത് കാണുന്നത്. അതുകൊണ്ടല്ലേ കണ്ണ് കാണാത്തവർക്ക് പോലും പൈസ എണ്ണാൻ അറിയാം. വാട്സപ്പ് അവർ വർക്ക് ചെയ്യുന്നു, വാട്സപ്പ് ഉപയോഗിക്കുന്നു, ഇല്ലേ? കണ്ണ് കാണാത്തവർ, മൂകര്, ബധിരരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന കണ്ണ് കാണൂല, മനസ്സിലാക്കുന്നു. 10 രൂപ കൊടുത്തു നോക്ക് 10 രൂപ എന്ന് പറയും, 5 രൂപ കൊടുത്തു നോക്ക് 5 രൂപ എന്ന് പറയും, 100 രൂപ കൊടുത്തു നോക്ക് 100 രൂപ എന്ന് പറയും. എന്താ കാരണം? അവരുടെ മുഖത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. ഖൽബിനകത്ത് 2 കണ്ണുണ്ട്, അതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല. ആ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ ഈ 2 കണ്ണുകൊണ്ട് മാഫി ഫായിദ, ഒരു ഗുണവുമില്ല. ഈ ഖൽബിലെ കാഴ്ച എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായിട്ട് അത് പോയി കണ്ടിട്ട് നമ്മുടെ മുന്നിൽ ഇത് സംഭവിച്ചിട്ട് ഇനിയും പാഠം പഠിക്കാതെ വീണ്ടും കളിയും ചിരിയും തമാശയും ആഡംബരങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടിയാൽ നിന്റെ ഖൽബിലെ കണ്ണ് അടഞ്ഞുപോയി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഖൽബിൽ അല്ലാഹു സീൽ വെച്ച് കഴിഞ്ഞു. ഇനി നിനക്ക് എത്ര ഖുർആൻ ഓതിയിട്ടും വേദം ഓതിയിട്ടും കാര്യമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഖസ്ഫ് മസ്ഖ്, ഈ ഭൂമി കുലുക്കവും ജലപ്രളയവും ഭൂകമ്പവും ഇതൊക്കെ ഉണ്ടാകുന്നത് 5 കാരണങ്ങളുടെ പേരിലാണ്. ഒന്ന്, ബിശുർബിഹിം അൽ ഖംറാ, മദ്യം ഉപയോഗിക്കുന്നതിന്റെ പേരിൽ, വലുബ്സിഹിം അൽ ഹരീറാ, ആഡംബര വസ്ത്രം ധരിക്കുന്നതിന്റെ പേരിലാണ്. ഇപ്പൊ കല്യാണങ്ങൾക്ക് ആഡംബര ഡ്രസ്സ്, പെണ്ണുങ്ങൾക്കൊക്കെ പ്രത്യേക ഡ്രസ്സ്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, വടക്കൻ ജില്ലകളൊക്കെ ഉണ്ട്. ആണുങ്ങളൊരു പ്രത്യേക ഡ്രസ്സ്, പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഡ്രസ്സ്. നബി തങ്ങൾ പറഞ്ഞത്, ഹബീബേ, ഇതൊക്കെ വരുമ്പോഴാണ് ഈ അള്ളാഹുവിന്റെ ശിക്ഷകളൊക്കെ ഇറങ്ങുന്നത്. ഓരോ വീടുകൾ ഉടുക്കാൻ തുണിയില്ലാതെ എത്ര എണ്ണം കഷ്ടപ്പെടുന്നു. ഒരേ മോഡൽ, ചോപ്പ് അതിനകത്ത് പുള്ളി, മഞ്ഞ അതിനകത്ത് പ്രത്യേക പുള്ളി, ഓ പാവാടയ്ക്ക് ഒരേ കളറ്, ഇന്നറിന് ഒരേ കളറ്, ലെഗിൻസിന് ഒരേ കളറ്, തലയിലിടുന്ന തട്ടത്തിന് ഒരേ കളർ. ഇതെന്റെ ഫാൻസി ഡ്രസ്സിന് കൊണ്ടുപോകാൻ പോകുന്ന അതിനെയൊക്കെ. എന്നിട്ട് ഈ ചെറുക്കനെ കല്യാണത്തിന് കൊണ്ടുവരുന്നതോ പാട്ടും പാടി ഒപ്പനയും പാടി കുലുങ്ങി ഡാൻസ് ആടി, എന്നിട്ട് അവന്റെ ദുബറി കൊണ്ടൊരു പടക്കവും പൊട്ടിച്ച് അവിടെയും പൊട്ടിച്ച് ഇങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ട് വരുന്ന ഈ മുസ്ലിം കല്യാണം. ഇതൊക്കെ മോനെ നീ പഠിക്കൂല, ഇനി വലുത് വരാൻ പോകുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നീ വലുത് വരാൻ പോകുന്നു, അതാണ് ഇതിന്റെ അർത്ഥം. കാണുന്നുണ്ട് ഇപ്പൊ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു പെണ്ണ് കിടന്ന എന്തോരം ആട്ട പാടിയ പാട്ടൊക്കെ പാടിയത്. സാധാരണഗതിയിൽ ദുരിതാശ്വാസിക്കാൻ അള്ളാഹ് എങ്ങനെ രക്ഷപ്പെടുത്തണേ അള്ളാഹ്, ഞങ്ങളുടെ വീട്ടിലേക്ക് നീ മടക്കിക്കൊണ്ടുവരണേ അള്ളാഹ്. അള്ളാഹുലേക്ക് മടങ്ങി ദുആ ചെയ്യേണ്ടതിന് പകരം പാട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഹദീസാ കേട്ടോ. അബൂ ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. 5 കാരണങ്ങളാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. ഒന്ന്, ബിശുർബിഹിം അൽ ഖംറാ, മദ്യം കഴിക്കുന്നതിന്റെ പേരിലാണ് കൊച്ചുകുട്ടികളൊക്കെ ഇന്ന് കഞ്ചാവ്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. മദ്രസയിലെ കുട്ടികൾ കഞ്ചാവ് കഴിക്കുന്നുണ്ട് ഉസ്താദേ, ഒന്ന് പ്രസംഗത്തിൽ പറയണമെന്ന് ഞെട്ടിപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ പ്രസംഗിച്ചിട്ടൊന്നും വലിയ ഫായിദ ഇല്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രസംഗിച്ചാൽ ചിലപ്പോൾ ഞാനും ഇതിന് അഡിക്റ്റായി പോകും. ഞാൻ പോവാം. മദ്രസയിലെ കുട്ടികൾ കഞ്ചാവ് കഴിക്കാൻ പിന്നെ ഇനി എവിടെ നന്നാക്കാനാ?
മദ്രസ എന്ന് പറഞ്ഞ സാധനം കഞ്ചാവിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഞ്ചാവ് വിമുക്ത കേന്ദ്രമാണ് മദ്രസകൾ. അവിടെ വന്നിട്ട് കഞ്ചാവ് കഴിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ? ഇനിയിപ്പം എന്താ പറയാ? കൊച്ചു കൊച്ചു കുട്ടികളടക്കം മറ്റേനകത്ത് വെച്ചങ്ങ് വലിക്കുക, അങ്ങനെ വലിക്കാം. ഉസ്താദിനെയൊക്കെ കാണുമ്പോ തജ്വീദോടുകൂടിയാ സലാം പറയാ. ഉസ്താദിനെ കാണുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇങ്ങനെ വലിക്കുന്ന വലിയ ആ മറ്റേ സിമ്മി കവറല്ലേ, സിമ്മി കവറൊക്കെ എടുത്തോണ്ട് വെച്ച് അതിനകത്ത് അടിച്ചിട്ട് വേറൊരു സാധനം ഇട്ടു. ഓഹോ, ഹജറുൽ അസ്വദി മുത്തുന്നതിന്റെ ഒരു ബോധി. ഓഹോ, എന്താ നമ്മൾ വല്ലതും കാണുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ്. ഇപ്പം വീട്ടിൽ വന്നാലും ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, ഒരുമാതിരി മുടിയൊക്കെ ഇങ്ങനെ ഇല്ല, അറക്കാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ കോഴിയില്ലേ മറ്റേ പ്ലാസ്റ്റിക് കോഴിയുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇട്ട്. റഹ്മാന, എന്താ ഇവന്റെ ഒരു പാൻ്റൊക്കെ ഇട്ടിട്ട് അവിടെയും കീറി ഇവിടെയും കീറി. കഷ്ടം. ഇവനെ കണ്ട ഒരു ബക്കറ്റ് എടുത്തിട്ട് ഒരു അണ്ടർവെയർ മേടിച്ചു കൊടുത്താൽ കൊള്ളാൻ തോന്നും. ആ കോലത്തിൽ അതെല്ലാം കീറി ആകെ ഒരു ഇടങ്ങേർ. കഷ്ടം. നല്ല ചെറുപ്പക്കാരൻ, നല്ല പയ്യൻ, എല്ലാത്തിൻ്റെ കോലം മറിഞ്ഞു. മുഖമൊക്കെ നോക്ക്, നമ്മുടെ കുട്ടികളിലൊക്കെ മുഖമൊക്കെ നോക്ക്. ഇത് ദാടി വെച്ചിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ദാടി എന്ത് സുന്നത്തായ ദാടിയൊന്നും അല്ല, അത് ഫ്രീക്കൻ ദാടിയാണ്. സുന്നത്തായ ദാടിയല്ല. അതൊക്കെ വെച്ചിട്ട് ഇന്ന് കുറെ ചെറുപ്പക്കാരിങ്ങനെ അള്ളാഹുവേ പാവം കഷ്ടം. മുടിയൊക്കെ മുള്ളം പന്നിയുടെ കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. മുള്ളം പന്നി ഇങ്ങനെ വിടർത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ അതേ കോലത്തിൽ. എൻ്റെ പൊന്നുമക്കളെ നന്നാവണേ, പാവം കഷ്ടം. നാളെ നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ? എന്തിനാ ഈ കഞ്ചാവ് കഴിച്ചത് കൊണ്ട് എന്ത് കിട്ടാനാണ്? ഇത് കഴിച്ച് പിന്നെ നമ്മുടെ സമനില തെറ്റി വാപ്പായെ വേണ്ടതാവും, ഉമ്മയെ വേണ്ടതാവും, മക്കളെ വേണ്ടതാവും. നിന്റെ മയ്യത്ത് ഈ പള്ളിക്കാട്ടിൽ കൊണ്ടടക്കിയാൽ ഈ മയ്യത്ത് അടുത്ത മയ്യത്തിന് പോലും അതിൻ്റെ ശിക്ഷയുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ വാക്കാണ് ബിശുർബിഹിം അൽ ഖംറ വഅക്ലിഹിം വഅൽബസിഹിം അൽ ഹരീറ, ആഡംബര വസ്ത്രം, വത്തിഖാദിഹിം അൽ ഖൈനാത്, നേരത്തെ പറഞ്ഞ പോലെ പാട്ട്, ഗാനമേള, ഡാൻസ്, ഡിജെ, ഇതുപോലുള്ള കാര്യം അതൊക്കെ അധികരിക്കുമ്പോൾ പലിശ തിന്നുമ്പോ, പേടിയില്ല. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പോയി ഇന്ന് സൊസൈറ്റിയിൽ നിന്നൊക്കെ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് വന്ന് 50,000 രൂപ 20,000 രൂപ അയൽക്കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീ ശക്തി എന്നൊക്കെ പോയി പൈസ എടുത്തിട്ട് വന്നിട്ട് പലിശയ്ക്ക് കൊടുക്കാണ്. എന്നിട്ട് താത്ത 5 നിസ്കാരം, ലോഹർ നിസ്കാരം, പിന്നെ ളുഹാ നിസ്കാരം, ഹാജത്ത് നിസ്കാരം. ഹാജത്ത് എന്താ? ആമിനാക്ക് കൊടുത്ത പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല. അള്ളാഹുവേ, അതെങ്ങനെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണേ പടച്ചവനെ. പലിശ ഇനത്തിൽ മൊത്തം പൈസ കൊടുത്തത് മുതലും അതിനപ്പുറത്ത് മറ്റേത് ബാക്കിയുണ്ട്. അത് കിട്ടാൻ വേണ്ടി ദ്വാരക്കാണ്. താത്ത പോലും ദ്വാരക്കാണ്. അസ്തഗ്ഫിറുല്ലാഹ്. എൻ്റെ പൊന്നു സഹോദരി സഹോദര, പലിശ ഇനത്തിൽ തിന്നുന്ന പണം നമുക്ക് വേണ്ട. ഹറാം, പച്ച ഹറാം. നിന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല. എങ്ങനെ സ്വീകരിക്കുന്ന പറഞ്ഞത്? നമ്മുടെ മക്കളുടെ ദുആ എങ്ങനെ സ്വീകരിക്കും? ഇല്ല. അതുകൊണ്ട് ഒഴിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഇനി വലിയ ശിക്ഷകൾ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. വഅക്ലിഹിമുർ റിബ. അഞ്ചാമത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഖതിഅത്തിർ റഹിം, കുടുംബ ബന്ധം മുറിക്കലാണ്. പരസ്പരം കണ്ടാല് സലാം പറയൂല, പരസ്പരം കണ്ടാല് പുഞ്ചിരിക്കുകയില്ല, കൈ കൊടുത്ത് അഭിവാദ്യം ചെയ്യുകയില്ല. പക്ഷേ ഒരേ മഹല്ല് നിവാസികളാണ്, ഒരേ മഹല്ലുകാരാണ്, ഒരേ ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നവരാ. പക്ഷേ പരസ്പരം കണ്ടാല് മുതുക് തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ബന്ധങ്ങൾ മുറിച്ചാൽ നിങ്ങളുടെ കോലം മറിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഈ ഭൂമിയിൽ ഇറങ്ങാതിരിക്കുകയേ ഇല്ല. ഈ 5 കാരണങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് ഔ കമാ ഖാല ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. 5 കാര്യം അതുകൊണ്ട് സൂക്ഷിക്കുമല്ലോ അല്ലേ? സൂക്ഷിക്കൂലേ? ഇല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടും. നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ പാവപ്പെട്ടവർക്കും കിട്ടും. കാരണം എന്താ? ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണേ. ഈ പ്രകൃതിയെ കൊണ്ട് അല്ലാഹു വികൃതി കാണിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ. അതൊരു വിഭാഗത്തെ മാത്രമല്ല ബാധിക്കുക, അത് മൊത്തത്തിലാണ് ബാധിക്കുക. അതിൽ നല്ലവരും ഉണ്ടാകാം, മോശമായവരും ഉണ്ടാകാം.
സാലിഹ്യങ്ങൾ ഉള്ളത് കൊണ്ട് രക്ഷ കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നും വേണ്ട. സാലിഹ്യങ്ങൾ ഉണ്ടായാലും ഉണ്ടാകും, മഹാന്മാരുണ്ടായാലും ഉണ്ടാകും. നമ്മുടെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന കാരണത്താൽ. ഒറ്റ ഹദീസൂടെ പറഞ്ഞു നിർത്താണ്. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോടായി ഒരു പ്രഭാഷണം നടത്തി. വൈലുൽ ലിൽ അറബ്, അറബികൾക്ക് നാശം, അറബികൾക്ക് നാശം. അറബികൾ എന്ന് അവർ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളാണ്. സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കാണ്. അറബികൾക്ക് നാശം. മിൻ ശർറിൻ ഖദ് ഇഖ്തറബ, സമീപകാലത്ത് അവർ അനുഭവിക്കാൻ പോകുന്ന വലിയ ഒരു ശിക്ഷ കൊണ്ട് ഞാനിതാ താക്കീത് നൽകുകയാണ്. മിൻ ഫത്ഹി റദ്മി യഅജൂജ വമഅജൂജ, യഅജൂജ് മഅജൂജിന്റെ ശർറുകളിൽ നിന്ന് ദുൽഖർനൈൻ രാജാവ് പണിതു കൊടുത്ത ഇരുമ്പ് മതിലിന് വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. സഹാബാ ثم حلق رسول الله صلى الله عليه وسلم إصبعي والإبهام والتي تليها كمثل هذا. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തള്ളവിരലും ചൂണ്ടുവിരലും വൃത്താകൃതിയിൽ പിടിച്ച് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ്, യഅജൂജ് മഅജൂജിന്റെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദുൽഖർനൈൻ രാജാവ് പണിതു കൊടുത്ത ഇരുമ്പ് മതിലിന് ഇതേപോലെ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. ثم حلق إصبعيه الإبهام والتي تليها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വിരലുകളിൽ ചൂണ്ടുവിരലും തള്ളവിരലും ഇങ്ങനെ വൃത്താകൃതിയിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ ഒരു വൃത്തം, ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. യഅജൂജ് മഅജൂജ് എന്ന് പറഞ്ഞ വലിയ നമ്മളെ ഇടങ്ങാറാക്കി കൊന്നുകളയുന്ന ഒരു സാധനങ്ങളാണ്. അതൊക്കെ ഖുർആനിലുണ്ട്. അതിനെക്കുറിച്ച് മാത്രം വിശദീകരിക്കണം. അത് പോട്ടെ. അതിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദുൽഖർനൈൻ രാജാവിനോട് ജനങ്ങൾ പോയി പറഞ്ഞു, ഇവരുടെ ശല്യം കണ്ടാണ് കൃഷി നശിപ്പിക്കുന്നു, ഞങ്ങളെ നശിപ്പിക്കുന്നു. അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ഒരു മതിൽ കെട്ടിക്കൊടുത്തു ദുൽഖർനൈൻ രാജാവ്. അതിനപ്പുറത്താണ് ഇവർ. എല്ലാ ദിവസവും യഅജൂജ് മഅജൂജ് വന്നിങ്ങനെ മാന്തിപ്പറിച്ചുകൊണ്ടിരിക്കും. കുറേശ്ശെ അതിൽ വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്തിന്റെ അടുക്കുന്ന സമയം ദാ ഇതിൽ ഇങ്ങനെ വിള്ളലുണ്ടായിട്ടുണ്ട്, ഇനി ഇത് വലുതാകും. അങ്ങനെ അവർ പുറത്തേക്ക് വരും, വലിയ ശിക്ഷയുണ്ടാകും, വലിയ വിപത്തുകൾ ഉണ്ടാകും, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. അപകടകാരിയാണവർ. ഉടനെ ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ് ആ മജ്ലിസിൽ വെച്ച് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അനുഹ്ലക് വഫീന സാലിഹൂൻ. സാലിഹീങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ, മഹാന്മാര് ജീവിച്ചിരിക്കുമ്പോ, ഔലിയാക്കൾ ജീവിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷ നമ്മെ ബാധിക്കുമോ നബിയേ? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറയുകയാണ്, നഅം യാ സൈനബ്, സൈനബേ സംഭവിക്കുക തന്നെ ചെയ്യും. ഇദാ കസുറൽ ഖബസു, ഖബസ് അധികരിച്ചാൽ, വൽ ഖബസു യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഖബസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. കുല്ലു മഅസിയ ഉസിയല്ലാഹു ബിഹാ ഫിൽ ബഹരി ഔ ഫിൽ ബർരി ഔ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ. കടലിലും കരയിലും രാത്രിയും പകലിലുമെല്ലാം അല്ലാഹുവിന്റെ ദാസന്മാരും ദാസിമാരും തെമ്മാടിത്തരങ്ങളും അശ്ലീല സ്വഭാവമുള്ളവരുമായി മാറിയാൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആ നാട്ടിലുണ്ടെങ്കിൽ പോലും പ്രകൃതിയുടെ വികൃതികളെ കൊണ്ട് അല്ലാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും. സൈനബേ കമാ ഖാല റസൂലുള്ളാഹി. ഔലിയാക്കളുണ്ട്, മഹാന്മാരുണ്ട്, സാലിഹ്യങ്ങളുണ്ട്, ഔലിയാക്കളുടെ മക്ബറയുണ്ടെന്ന് പറഞ്ഞ് തോന്നിയാസൊന്നും കാണിക്കാൻ നിൽക്കണ്ട. അള്ളാഹ് പിടിക്കുന്ന അർത്ഥം. കടലില് കരയില് കടലില് ശരിയല്ലേ? ഹൗസ് ബോട്ടിലല്ലേ ഇപ്പൊ പരിപാടി മൊത്തം? ഇല്ലയോ സാറേ? ആ, ഹൗസ് ബോട്ടില്ല ഇപ്പോഴത്തെ പരിപാടിയല്ല. ഹൗസ് ബോട്ട് എടുക്കുമ്പോൾ പോലീസ് റെയ്ഡ് ഒന്നും ഉണ്ടാവൂലല്ലോ. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് ഫിൽ ബഹർ. അപ്പൊ കടലിൽ പോയിട്ട് റൂം എടുത്തിട്ടാണ്. ഇപ്പൊ ദുബായിലൊക്കെ പോയി, അബുദാബിയിൽ അവിടെയൊക്കെ പോയി കടലിൽ റൂം എടുത്ത് കടലില്ലേ, കടലിൽ പോയി, കപ്പലിലൊക്കെ പോയി. അതേപോലെ കരയിൽ ഇപ്പൊ സുനാമി അടിച്ചത് എവിടാ? ഇന്തോനേഷ്യയിൽ കടൽ തീരത്താ. അവിടെ മൊത്തം തമ്മാടിത്തരം നടന്നത്. ആ സംഭവം നടക്കുന്ന സമയത്ത് അടിച്ചത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
പിന്നെ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ, രാത്രിയും പകലിലും ഒക്കെ. രാത്രിയൊക്കെ നമ്മുടെ ഫ്രീക്കന്മാർ എവിടെയാ? നമ്മുടെ ചെറുപ്പക്കാര് എവിടെയാ? റോഡ് സൈഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ്, ആരുമില്ലാത്ത വീടുകളിലാണ്, റബ്ബർ തോട്ടത്തിലാണ്. രാത്രി അവരൊക്കെ പാമ്പിനെയും പേടിയില്ല, രാജവമ്പാലയും പേടിയില്ല. അവർക്ക് പോലും ഇവരെ ഒന്നും വേണ്ട. ഇവനെ എങ്ങാനും കൊത്തിയാൽ രാജവമ്പാല ചത്തുപോകും, ഇവൻ ചാവൂല. അതാണ് സംഭവം. അത്രയ്ക്ക് എഫക്റ്റ് ഉള്ള സാധനം കയറി കഴിഞ്ഞു അകത്തേക്ക്, രാജവമ്പാല ചത്തുപോകും. അപ്പൊ കടലിലും കരയിലും രാത്രിയും പകലും ഒക്കെ ഇവരുടെ ഷർറുകൾ അധികരിക്കുമ്പം അള്ളാഹു പ്രകൃതിയെ കൊണ്ട് നമ്മെ പരീക്ഷിക്കും എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി.